ഹായ്. പല ആർട്ടിക്കിളുകളും ഇങ്ങനെ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വായിച്ചു പോലെ, പക്ഷേ നമ്മുടെ എന്താ പറയുക, ചുറ്റുപാടും കാണുന്ന മുരിങ്ങ ഇലയെ പറ്റിയിട്ട് ഇതേപോലെ കുറച്ച് വിവരങ്ങൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം കേട്ടോ. ഈ ഇലവർഗ്ഗങ്ങളിൽ ഏറ്റവും മികച്ചതാണ് മുരിങ്ങയില എന്നാണ് അറിയപ്പെടുന്നത്. ധാരാളം പോഷകഗുണങ്ങളുണ്ട് അത്ര അല്ലേ. അത് പണ്ടേ നമ്മുടെ കാരണവന്മാർക്കൊക്കെ അറിയാം. നമ്മളൊക്കെ ഇഷ്ടം പോലെ മുരിങ്ങയില പലതരത്തിൽ, മുരിങ്ങ ഇല തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, മുരിങ്ങ കോല് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, മുരിങ്ങക്കായ എന്നും പറയും അല്ലേ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം നമുക്കല്ലേ. വിറ്റാമിനുകളും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ മുരിങ്ങയില കേട്ടോ. അവയിൽ ഗണ്യമായ അളവിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, ബി വിറ്റാമിനുകൾ തുടങ്ങി ഒരുപാട് ഐറ്റംസ്, വിറ്റാമിനുകളുടെ പലതരം ഐറ്റംസ് അതിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ കാൽസ്യം, മാഗ്നീഷ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, ഫോസ്ഫറസ്, സിങ്ക് തുടങ്ങിയ ധാതുക്കളെല്ലാം ഈ ഒരു മുരിങ്ങ ഇലയിലും മുരിങ്ങാക്കോലിലും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മുരിങ്ങാക്കോലിൻ്റെ ചില പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. പുരുഷന്മാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന അല്ലേ, ഒരു സ്റ്റാമിന സേവറായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന മുരിങ്ങാക്കോല് അല്ലേ. കോർസെറ്റിൻ, ക്ലോറോജെനിക് ആസിഡ്, ബീറ്റ കരോട്ടിൻ എന്നിവയുൾപ്പെടെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു കലവറ കൂടിയാണ് ഈ ഒരു മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ സംയുക്തങ്ങളെല്ലാം ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാനും ഹൃദ്രോഗം, പ്രമേഹം, ക്യാൻസർ തുടങ്ങി വിട്ടുമാറാത്ത പല രോഗങ്ങളുടെ സാധ്യതകൾ കുറയ്ക്കാനൊക്കെ ഈ മുരിങ്ങയില സഹായിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. സന്ധിവാതവും ആസ്മയും അതേപോലെ തന്നെ കോശോജ്വലന അവസ്ഥകൾ, അതായത് ശരീരം ചൂടാകുന്ന ചില അവസ്ഥാന്തരങ്ങൾ അല്ലേ, ശരീരത്തിന് പലതരം അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന പരിഹരിക്കാൻ ശേഷിയുള്ളതാണ് യഥാർത്ഥത്തിൽ മുരിങ്ങയില എന്നാണ് പറയപ്പെടുന്നത്. വളരെ നല്ല കാര്യമല്ലേ. മുരിങ്ങയില പതിവായി കഴിക്കുന്നത് പലതരത്തിലുള്ള ദഹന പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. വൻകുടലിലെ പുണ്ണ്, ഗ്യാസ്ട്രൈറ്റിസ്, വയറിളക്കം, മലബന്ധം, ഇതൊക്കെ നമുക്ക് പലർക്കും അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ. മുരിങ്ങയിലൊക്കെ നന്നായി കഴിച്ചാൽ മലശോധന വളരെ നന്നായിട്ട് നമുക്ക് അനുഭവിക്കാനാവും അല്ലേ. അപ്പോൾ ഇത് ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തുക, നമ്മുടെ സ്വന്തം മുരിങ്ങയില അല്ലേ. മുരിങ്ങയ്ക്ക് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഫലങ്ങളും ഉണ്ടെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങളിലൂടെ തെളിയിക്കുന്നത്. ഇത് കുടലിലെ കൊളസ്ട്രോൾ ആഗിരണം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതായത് ചീത്ത കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോളും ഉണ്ടല്ലോ. അപ്പോൾ ഈ കൊളസ്ട്രോളുകളിൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റായി കെട്ടിക്കിടക്കുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് ആഗിരണം ചെയ്യുന്നത്, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ചെറുകുടലിലൂടെയും വൻകുടലിൻ്റെ ആദ്യ ഭാഗങ്ങളിലൂടെയൊക്കെ ആഗിരണം ചെയ്യപ്പെടുന്ന സമയത്ത് അതിൻ്റെ അളവ് കുറയ്ക്കാനും ഈ മുരിങ്ങയിലയിൽ ചേർന്നിരിക്കുന്ന പ്രത്യേകം പദാർത്ഥങ്ങൾ സഹായിക്കുമെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ മൊത്തത്തിൽ കൊളസ്ട്രോളിൻ്റെയും രക്തത്തിലെ അതിൻ്റെ അളവിനെയൊക്കെ കുറയ്ക്കാനും മുരിങ്ങയില സഹായിക്കുന്നുണ്ട്. മുരിങ്ങയുടെ പതിവുപയോഗം മെച്ചപ്പെട്ട നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെയേറെ സഹായകരമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ ഇതിലെ ബയോ ആക്റ്റീവ് സംയുക്തങ്ങളായ കോർസെറ്റിൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോറോജെനിക് ആസിഡ് എന്നിവ ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുകയും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ ചുറ്റുപാടുമൊക്കെ കാണും, നിങ്ങളെല്ലാവരും ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മുടെ കാരണവന്മാർ പറഞ്ഞ പോലെ ഒരുപാട് ഗുണങ്ങളുള്ള സംഗതിയാണ് മുരിങ്ങാക്കോലും എല്ലാവരും അല്ലേ. അപ്പോൾ ഇപ്പോൾ പല ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും മുരിങ്ങാക്കോലൊക്കെ ഉപയോഗിക്കാതെ പൊട്ടിത്തെറിച്ചൊക്കെ പോകുന്ന അതിൻ്റെ മരങ്ങളൊക്കെ പല ഭാഗത്തൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും മുരിങ്ങയിലെ ഫൈബർ വിശപ്പ് കുറയ്ക്കുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ മുരിങ്ങയില ഡയറ്റിൽ ഉൾപ്പെടുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധ ശക്തിയെ ശക്തിപ്പെടുത്തി അണുബാധകളെ തടയാനും ശരീരത്തെ പ്രാപ്തമാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളുണ്ട് നമ്മുടെ മുരിങ്ങയിലയ്ക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ചില്ലറക്കാരനല്ല മുരിങ്ങയില എന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. പുതിയ തലമുറയിലേക്ക് നമുക്ക് ഈ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം ഭക്ഷണക്രമത്തിൽ നമുക്ക് ഇതേപോലുള്ള ഇലവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ശാസ്ത്രീയമായിട്ടും നമുക്ക് എന്താ പറയുക, എല്ലാ നിലക്കും അല്ലേ നമുക്ക് നന്നായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.